special cutting techniques as notching. ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ വിവിധ തരം ഹെയർ കട്ടിംഗ് ടെക്നിക്കുകളായ നോച്ചിങ്, ടെക്സ്ചറൈസിംഗ്, പോയിന്റ് കട്ടിംഗ്, സ്ലിറ്ററിംഗ്, സ്ലൈസിംഗ് തുടങ്ങിയവ. ഹെയർ കട്ടിംഗ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട വിവിധ മുൻകരുതലുകളെ കുറിച്ചും ഈ സെഷനിൽ ഞങ്ങൾ വിവരിക്കും. ഹെയർ കട്ടിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഹെയർ കട്ട് കൂടാതെ വിവിധ നടപടിക്രമങ്ങൾ ഉപയോഗിച്ച് മുടിയുടെ രൂപവും സ്വഭാവവും മാറ്റാവുന്നതാണ്. ഹെയർ കട്ടിംഗ് ടെക്നിക്. മുടിയിൽ ഘടനയും ചലനവും സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം കട്ടിംഗ് ടൂളാണ് ടെക്സ്ചറൈസിംഗ് കത്രിക. അവ ബ്ലേഡിനൊപ്പം പല്ലുകളോ നോച്ചുകളോ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് മുടി കൂടുതൽ അസമമായ രീതിയിൽ മുറിക്കാൻ അനുവദിക്കുന്നു. കത്രികയുടെ ആംഗിൾ എടുത്ത മുടിയുടെ അളവും ചങ്കി ഇഫക്റ്റും നിർണ്ണയിക്കുന്നു. ടെക്സ്ചറൈസിംഗ് കത്രികകൾ സൂക്ഷ്മമായ ടെക്സ്ചർ, ചലനം മുതൽ കൂടുതൽ അവ്യക്തമായ പാളികൾ വരെ വൈവിധ്യമാർന്ന ഇഫക്റ്റുകൾ സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കാം. പോയിന്റ് കട്ടിംഗ്. പോയിന്റ് കട്ടിംഗ് എന്നത് ഒരു ജനപ്രിയ സാങ്കേതികതയാണ്. അത് മൃദുവും നാച്ചുറലും മുതൽ ആകർഷകവും ആധുനികവും വരെ വൈവിധ്യമാർന്ന ഹെയർ സ്റ്റൈലുകൾ സൃഷ്ടിക്കുന്നു. ഇതിന് നിങ്ങളുടെ മുടിക്ക് ഘടനയും ചലനവും ചേർക്കാൻ കഴിയുന്നു. ഇത് കൂടുതൽ സജീവവും ഡൈനാമിക്കും ആക്കുന്നു. ഇത് നിങ്ങളുടെ മുടിയിൽ നിന്ന് ബൾക്കും ഭാരവും കുറയ്ക്കും, പ്രത്യേകിച്ച് കട്ടിയുള്ളതോ ചുരുണ്ടതോ ആയ മുടിയുണ്ടെങ്കിൽ. നിങ്ങളുടെ മുടിയിൽ പരുഷമായ ലൈനുകളോ ചുവടുകളോ ഒഴിവാക്കിക്കൊണ്ട് പരസ്പരം നന്നായി ചേരുന്ന മൃദുവായ പാളികൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയും. ഇതിന് നിങ്ങളുടെ ചുരുളൻ പാറ്റേൺ മെച്ചപ്പെടുത്താനും കൂടുതൽ വോളിയവും ബൗൺസും നൽകാനും കഴിയും. നോച്ചിങ്. ഇത് പോയിന്റ് കട്ടിങ്ങിന്റെ മറ്റൊരു പതിപ്പാണ്. ഇത് കൂടുതൽ അഗ്രസീവും പോയിന്റ് കട്ടിങ്ങിനേക്കാൾ ചങ്കിയർ പ്രഭാവം സൃഷ്ടിക്കുന്നതുമാണ്. അറ്റത്ത് നിന്ന് ഏകദേശം 3 ഇഞ്ച് ഭാഗം പിടിക്കുക. അറ്റത്ത് നിന്ന് ഏകദേശം 2 ഇഞ്ച് നുറുങ്ങുകൾ സ്ഥാപിക്കുക. ക്ലോസ് കത്രിക അറ്റത്തേക്ക് വേഗം നീക്കുക. ഇത് നനഞ്ഞതോ ഉണങ്ങിയതോ ആയ മുടിയിൽ ചെയ്യാം. ഫ്രീ ഹാൻഡ് നോച്ചിങ്. കത്രികയുടെ അറ്റം ഉപയോഗിക്കുന്നു. സ്ലൈഡ് ചെയ്യരുത്. ക്രമരഹിതമായ ഇടവേളകളിൽ മുടിയുടെ കഷ്ണങ്ങൾ നീക്കം ചെയ്യുക. ഹെയർ കട്ടിന്റെ ഇന്റീരിയറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നു. ചുരുണ്ട മുടിയിൽ നന്നായി പ്രവർത്തിക്കുന്നു. ചുരുളുകൾ പുറത്തുവിടുകയും കുറച്ച് സാന്ദ്രത നീക്കം ചെയ്യുകയും ചെയ്യുന്നു. സ്ലിറ്ററിംഗ്, എഫിലിയേറ്റിംഗ് എന്നും അറിയപ്പെടുന്നു. കത്രിക ഉപയോഗിച്ച് ക്രമേണ നീളമുള്ള മുടി കുറയ്ക്കുന്നു. സ്ലൈഡിംഗ് ചലനം. വോളിയം കുറയ്ക്കുകയും ചലനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സ്ലൈസിംഗ്. ബൾക്ക് നീക്കം ചെയ്യുകയും ചലനം ചേർക്കുകയും ചെയ്യുന്നു. ഉപരിതലത്തിൽ അല്ലെങ്കിൽ ഒരു ഉപവിഭാഗത്തിനുള്ളിൽ നടത്താം. ഉപരിതല സ്ലൈസിംഗ് ഉണങ്ങിയ മുടിയിൽ ചെയ്യണം. ഉപവിഭാഗം മുറിക്കുന്നതിന് നനഞ്ഞതോ ഉണങ്ങിയതോ ആയ മുടിയിൽ ചെയ്യാം. ക്രേവിംഗ്. ഇത് മുടിയിൽ ഒരു വിഷ്വൽ വേർതിരിവ് സൃഷ്ടിക്കുന്നു. ചെറിയ മുടിയിൽ നന്നായി പ്രവർത്തിക്കുന്നു. മുടിയിൽ കട്ടിയുള്ള ബ്ലേഡ് വെക്കുകയും തലയൊട്ടിയിൽ വിശ്രമിക്കുകയും ചെയ്യുക. മുടിയിലൂടെ കത്രിക നീക്കുക. സൗമ്യമായി തുറന്ന് ഭാഗികമായി അടയ്ക്കുക. റിമെമ്പർ, ഏത് കട്ടിംഗ് രീതിയിലും നിങ്ങളുടെ കത്രിക കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ തള്ളവിരൽ മാത്രം നീക്കുക. സ്ലിതറിംഗും സ്ലൈഡിംഗും സ്ട്രെയിറ്റ് ഹെയർ തരംഗങ്ങളിൽ നിന്ന് ബൾക്ക് നീക്കം ചെയ്യുന്നതിൽ മൃദുലമായ മർദ്ദം ഉപയോഗിക്കുന്നതിനും മറ്റു ഷേപ്പുകൾ വരാതിരിക്കാൻ ബ്ലേഡുകൾ ചലിക്കാതെയും സ്ഥിരതയോടെയും നിലനിർത്തുന്നത് ഉറപ്പാക്കുക. മുടി മുറിക്കുമ്പോൾ മുൻകരുതലുകൾ തിരിച്ചറിയുക. ഓരോ ഹെയർ കട്ടിന് മുൻപും ശേഷവും നിങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും അണുവിമുക്തമാക്കുക. നിങ്ങളുടെ ക്ലയന്റിനെ സുരക്ഷാ വസ്ത്രങ്ങൾ കൊണ്ട് മൂടുക. ഉദാഹരണത്തിന് ഗൗൺ കേപ്പുകളോ കട്ടിംഗ് കോളറുകളോ മുറിക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. മുടി വെട്ടിയെടുക്കാതെ അവരുടെ മുടി സൂക്ഷിക്കുക.
ഷാംപൂ ചെയ്യുന്നതിന് മുൻപ് ക്ലയന്റിന്റെ മുടിയും ശിരോചർമ്മവും മുറിവുകളും ഉരച്ചിലുകളും അണുബാധയുമില്ലെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കത്രിക ശരിയായി സ്റ്റോർ ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ അറിയാതെ ഒരു ജോഡി കത്രിക തറയിലിടുകയാണെങ്കിൽ മുറിക്കുന്നതിന് മുൻപായി അവ വൃത്തിയാക്കുകയോ പുതിയത് എടുക്കുകയോ ചെയ്യുക. നിങ്ങൾ കട്ട് ചെയ്ത് പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ എല്ലാ മുടിയും തുടച്ചെന്ന് ഉറപ്പുവരുത്തുക. അതും ബ്ലോ ഡ്രൈയിങ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ. ക്ലിപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ പ്ലഗ്, ഫ്ലെക്സ്, കേസിംഗ് മുതലായവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അവ അങ്ങനെയല്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഉപയോഗിക്കരുത്. അത് നിങ്ങളുടെ അധ്യാപകനെ ഉടനെ അറിയിക്കുക. എന്താണ് ബ്ലോ ഡ്രൈയിങ്? ബ്ലോ ഡ്രൈയിങ് എന്നത് ഒരു ഹെയർ സ്റ്റൈലിംഗ് ടെക്നിക്കാണ്. അതിലൊരു ബ്ലോ ഡ്രയർ നനഞ്ഞ മുടിയിൽ ചൂടുള്ള വായു വീശുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണം ഉപയോഗിച്ച് ഉണക്കി സ്റ്റൈൽ ചെയ്യുന്നു. ബ്ലോ ഡ്രൈയിങ് ഉപയോഗിച്ച് പലതരം ഹെയർ സ്റ്റൈലുകൾ ഉണ്ടാക്കാം. സ്ലീക്കും സ്ട്രെയിറ്റും മുതൽ വോളിയൂംനെസ്സും ചുരുണ്ടതും വരെ. മുടിയുടെ ഘടനയും ചലനവും ചേർക്കാനും ഇത് ഉപയോഗിക്കാം. ബ്ലോ ഡ്രയർ ഒരിടത്ത് അധികം നേരം പിടിക്കരുത്. തലയൊട്ടിയിൽ നിന്ന് മുടിയുടെ അറ്റത്തേക്ക് നയിക്കുക. തലയൊട്ടിയിലെ പൊള്ളൽ ഒഴിവാക്കാൻ എപ്പോഴും ചൂടുള്ള വായു ക്ലയന്റുകളുടെ തലയൊട്ടിയിൽ നിന്ന് അകറ്റുക. ബ്ലോ ഡ്രയർ എല്ലായ്പ്പോഴും മുടിയിൽ നിന്ന് 6 ഇഞ്ച് അകലെ വയ്ക്കുക. അതുവഴി നിങ്ങളുടെ മുടി അടുത്തു വരുന്ന ശക്തമായ ചൂടിൽ കത്തില്ല. മുടി ഉണക്കുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം താഴോട്ടുള്ള ചലനത്തിൽ ഊതി ഉണക്കുക എന്നതാണ്. മുകളിലേക്ക് ഉണങ്ങുന്നത് മുടിക്ക് വളരെ ദോഷം ചെയ്യും. വീണ്ടും ചൂട് കാരണം കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അതേ സ്ഥലത്ത് കൂടുതൽ നേരം ബ്ലോ ഡ്രൈ ചെയ്യരുത്. ബ്ലോ ഡ്രയർ ചുറ്റി നീക്കുന്നത് തുടരുക. എന്നിരുന്നാലും അത് അലയടിക്കുകയോ ചുറ്റിക്കറങ്ങുകയോ ചെയ്യരുത്. നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന ഭാഗത്ത് സുഗമമായ ചലനങ്ങൾ ആവശ്യമാണ്. ഈ വീഡിയോ സെഷനിൽ ഹെയർ കട്ടിംഗ് ടെക്നിക്, ബ്ലോ ഡ്രൈയിങ്, അടിസ്ഥാന കാര്യങ്ങൾ, ഹെയർ കട്ടുകൾക്കുള്ള സുരക്ഷാ മുൻകരുതലുകൾ എന്നിവ ചർച്ച ചെയ്തു. ഇത് നിങ്ങളുടെ താല്പര്യം ജനിപ്പിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കാൻ ഡെമോൺസ്ട്രേഷൻ വീഡിയോ കാണുക. താങ്ക്